രക്ഷയുടെ പാതയിൽ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പൊന്നുമക്കളെ, സുഖാണോ നിങ്ങൾക്ക്? എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ? വയറ് നിറച്ചാണോ ഇരിക്കുന്നത്? രാവിലെ എഴുന്നേറ്റപ്പം പ്രാർത്ഥിച്ചായിരുന്നോ? പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? നമുക്കിന്ന് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ചാടി എഴുന്നേറ്റ് കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്നേഹമുള്ള ഈശോയെ, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയുടെ പൊന്നു മകനായി, ഈശോയുടെ പൊന്നു മകളായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഈശോ സ്നേഹിച്ചതുപോലെ എല്ലാവരെയും സ്നേഹിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. കണ്ണു തുറന്നേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ജോഷിൻ്റെ കഥ പറഞ്ഞായിരുന്നു. ഓർക്കുന്നുണ്ടോ മക്കള്? ഈശോയ്ക്കൊരു സമ്മാനം കൊണ്ടുവരണമെന്ന് പറഞ്ഞിരുന്നു. സമ്മാനം കൊണ്ടുവന്നോ? കാണട്ടെ. ഹായ്, നല്ല പൂവാണല്ലോ. ഇതാരാ വരച്ചു തന്നത്? ഓ, പപ്പയാണോ? മോൾക്കാരാ വരച്ചു തന്നത്? ചേട്ടായിയാണോ? കൊള്ളാം, വളരെ ഭംഗിയായിരിക്കുന്നല്ലോ. എല്ലാ ദിവസവും സുകൃതജപം ചൊല്ലിയായിരുന്നോ? മിടുക്കര്, ചൊല്ലിയല്ലേ? ഏത് സുകൃതജപം ചൊല്ലിയത്? ഉണ്ണീശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മിടുക്കരാണ് കേട്ടോ. ഇന്ന് നമ്മൾ എങ്ങോട്ട് പോകുന്നു എന്നാ പറഞ്ഞത്? ആ, ഓർക്കുന്നുണ്ടല്ലേ? പുൽക്കൂട്ടിലേക്ക്. സമ്മാനവും കൊണ്ടല്ലേ വന്നത്? നമുക്ക് പുൽക്കൂട്ടിലേക്ക് പോവണ്ടേ? എങ്ങനെയാ മക്കളെ നമ്മൾ പുൽക്കൂട്ടിലേക്ക് പോവുക? നടന്നു പോകാൻ പറ്റുമോ? ആ, ഇല്ലെന്നേ. പിന്നെ എങ്ങനെയാ നമ്മൾ പുൽക്കൂട്ടിലേക്ക് പോവുക? ദാ, നമ്മുടെ കുറച്ച് കൂട്ടുകാര് പുൽക്കൂട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽപ്പുണ്ട്. അവരുടെ കൂടെ നമുക്കും പോകാം പുൽക്കൂട്ടിലേക്ക്. റെഡിയല്ലേ? സമ്മാനം കയ്യിലെടുത്തില്ലേ? എങ്കിൽ നമുക്ക് ഇപ്പം തന്നെ പോവാം അല്ലേ? ഇതാ പുൽക്കൂട്. ഉണ്ണീശോ കണ്ട കൂട്ടുകാരെ. ഉണ്ണീശോയെ ഒന്ന് മുഖത്തേക്ക് നോക്കിക്കേ. എന്തൊരു സന്തോഷം ഉണ്ണീശോയ്ക്ക്. ഉണ്ണീശോയ്ക്ക് സമ്മാനം കൊടുക്കണ്ടേ? ആ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ ഒന്ന് പറഞ്ഞേ, ഉണ്ണീശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒന്നുകൂടെ പറഞ്ഞേ, ഉണ്ണീശോയെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇനി കയ്യിലുള്ള പൂ കൊടുക്കണ്ടേ? മക്കൾ എന്ത് ചെയ്യണമെന്നോ? ക്ലാസ് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ പൂവ് വീട്ടിലെല്ലാവരും കാണുന്ന ഒരു സ്ഥലത്ത് ഒട്ടിച്ചു വയ്ക്കണം. എല്ലാവരും ആ പൂ കാണുമ്പോൾ അതിലെ സുകൃതജപം ചൊല്ലും. അപ്പോൾ ഉണ്ണീശോയ്ക്ക് ഭയങ്കര സന്തോഷമാകും. അതാണ് നമ്മൾ ഉണ്ണീശോയ്ക്ക് കൊടുക്കുന്ന വലിയ സമ്മാനം. ഒട്ടിച്ചു വയ്ക്കില്ലേ? വെക്കണം കേട്ടോ. മക്കളെ പുൽക്കൂട്ടിലേക്കൊന്ന് നോക്കിക്കേ.
ഇവിടെ ആരൊക്കെയാ ഉള്ളത്? ആ, ഉണ്ണീശോ ഉണ്ടല്ലേ. ഉണ്ണീശോ എവിടെയാ മക്കളെ കിടക്കുന്നത്? നല്ല തൊട്ടിലിനകത്താണോ? അല്ലെന്നേ, പിന്നെയോ? പാവം ഉണ്ണി ആ പുല്ലുകൊണ്ടുണ്ടാക്കിയ തൊട്ടിലിലാണല്ലേ. പുൽത്തൊട്ടിലാണ് ഉണ്ണീശോ കിടക്കുന്നത്. പിന്നെ ആരൊക്കെയാ കൂട്ടുകാരെ പുൽക്കൂട്ടിലുള്ളത്? ഈശോയുടെ അടുത്ത് ഈശോയുടെ അപ്പച്ചനുണ്ട്, അമ്മയുണ്ട്. പിന്നെ ആരാ ഉള്ളത്? മോൻ എന്താ പറഞ്ഞത്? ആ, മാലാഖയുണ്ടല്ലേ. പിന്നെയോ? ആ, നക്ഷത്രമുണ്ട്. പിന്നെ എന്താ ഉള്ളത്? ഓ, സാന്താക്ലോസ് ഉണ്ടോ? പിന്നെയോ? ആ, ക്രിസ്മസ് ട്രീ ഉണ്ടല്ലേ. ഇതെല്ലാം മക്കൾ കണ്ടില്ലേ? നമ്മുടെ ജോഷ് ഉണ്ടോ കൂട്ടുകാരെ? ആ, ഉണ്ട്, ദേ കിടക്കണു. മണിക്കുട്ടിയുണ്ടോ? മണിക്കുട്ടിയുണ്ടല്ലേ. ഇവരെല്ലാവരും കൂടി ഉണ്ണീശോയുടെ അടുത്ത് ഉണ്ണീശോയെ സ്നേഹിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ. ഉണ്ണീശോയുടെ അമ്മയുടെ പേരെന്താന്ന് കൂട്ടുകാർക്കറിയോ? ആരോ പറഞ്ഞല്ലോ. എന്താ? ആ, മാതാവ് പരിശുദ്ധ മറിയമാണ് ഉണ്ണീശോയുടെ അമ്മ. ഒന്ന് പറഞ്ഞേ. പരിശുദ്ധ മറിയമാണ് ഉണ്ണീശോയുടെ അമ്മ. ഈ ഭൂമിയിൽ ഉണ്ണീശോയെ വളർത്താനായി തിരഞ്ഞെടുത്ത അപ്പച്ചൻ ആരാന്നറിയോ? ആ, വിശുദ്ധ യൗസേപ്പ് പിതാവാണ് ഭൂമിയിലെ ഈശോയുടെ അപ്പച്ചൻ. ആരാ? ആ, മിടുക്കൻ. യൗസേപ്പ് പിതാവാണ് ഭൂമിയിലെ ഈശോയുടെ അപ്പച്ചൻ അല്ലേ. നിങ്ങൾ എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കാറില്ലേ? എന്നാ മോൻ്റെ ബർത്ത്ഡേ? ഓ, ജനുവരി 5-നാണോ? മോളുടെ ബർത്ത്ഡേ എന്നാ? ഡിസംബർ 2-നാണോ? കൂട്ടുകാരെ, ഉണ്ണീശോയുടെ ബർത്ത്ഡേ എന്നാന്നറിയോ? ആരോ പറഞ്ഞല്ലോ. ആ, എന്നാ? ഓ, ഡിസംബർ 25-നാണല്ലേ. ആ ദിവസത്തിന് നമ്മൾ എന്തോ ഒരു പേര് പറയൂലോ. കൂട്ടുകാർക്കറിയോ? ഉണ്ണീശോയുടെ ബർത്ത്ഡേക്ക് നമ്മൾ പറയുന്ന പേരെന്താ? ആ, മിടുക്കര്. എന്ത് പേരാ? ക്രിസ്മസ്. മിടുക്കരാണല്ലോ. ക്രിസ്മസ് നമ്മൾ എങ്ങനെയൊക്കെയാ കൂട്ടുകാരെ ആഘോഷിക്കുക? ആട്ടെ, നിങ്ങളുടെ ബർത്ത്ഡേക്ക് പപ്പയും മമ്മയും നിങ്ങൾക്ക് എന്തൊക്കെ സമ്മാനങ്ങൾ തരും? ആ, പുതിയ ഉടുപ്പ് തരുമല്ലേ. പിന്നെയോ? ആ, കേക്ക് മുറിക്കും. പിന്നെയോ? എന്താ പറഞ്ഞല്ലോ? ആ, പായസം ഉണ്ടാക്കുന്നു. ഓ, ബിരിയാണി ഉണ്ടാക്കുവോ? ഇങ്ങനെയെല്ലാം നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കും അല്ലേ. അപ്പോൾ കൂട്ടുകാരെ, ഉണ്ണീശോയുടെ ബർത്ത്ഡേ നമ്മൾ എങ്ങനെയൊക്കെ ആഘോഷിക്കുക? ഇതാ ഇവിടെ നോക്ക്. കുറച്ച് കൂട്ടുകാര് ഉണ്ണീശോയുടെ ബർത്ത്ഡേ ആഘോഷിക്കാനായി എന്തൊക്കെയാ ഒരുക്കങ്ങൾ ചെയ്യുന്നതെന്ന് നോക്കിക്കേ. അവരെന്തൊക്കെയാ ചെയ്തത്? ഒന്ന് പറഞ്ഞേ. ആ, നക്ഷത്ര വിളക്ക് തൂക്കി. പിന്നെയോ? ആ, പൂത്തിരി കത്തിക്കുന്നുണ്ട്. ഓ, പുൽക്കൂട് ഉണ്ടാക്കുന്നുണ്ട്. ആ, ക്രിസ്മസ് ട്രീ ഭംഗിയായിട്ട് അലങ്കരിക്കുന്നുണ്ടല്ലേ. ആ, ബൾബ് ഇട്ടിട്ടുണ്ടോ? ഇങ്ങനെയെല്ലാം നമ്മൾ ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങും അല്ലേ. എന്തുകൊണ്ടാ കൂട്ടുകാരെ ക്രിസ്മസിന് മാത്രം, ഈശോയുടെ പിറവിക്ക് വേണ്ടി നമ്മൾ ഇത്രയുമൊക്കെ ഒരുങ്ങുന്നത്? നമ്മുടെ ബർത്ത്ഡേക്ക് സാന്താക്ലോസ് ഉണ്ടോ?
ഇല്ല അല്ലേ? ട്രീ അലങ്കരിക്കാറുണ്ടോ? അതും ഇല്ല. പിന്നെ എന്തിന് ക്രിസ്മസിന് നമ്മൾ ഇത്രയുമൊക്കെ ഒരുങ്ങുന്നത്? ആ, ഉണ്ണീശോ ദൈവത്തിൻ്റെ പുത്രനായതുകൊണ്ടാണല്ലേ? നമ്മളെ രക്ഷിക്കാനായി വന്നതാണ് ഉണ്ണീശോ. ഈശോ എന്ന പേരിൻ്റെ അർത്ഥം എന്താന്ന് കൂട്ടുകാർക്കറിയോ? എന്താ? രക്ഷകൻ എന്നാണ് ഈശോ എന്ന പേരിൻ്റെ അർത്ഥം. ഒന്ന് പറഞ്ഞേ, ഈശോ എന്ന പേരിൻ്റെ അർത്ഥം എന്താ? ആ, രക്ഷകൻ എന്നാണ് ഈശോ എന്ന പേരിൻ്റെ അർത്ഥം. ഈശോ ജനിച്ചു വീണപ്പോൾ തന്നെ ആർക്കും സൗഖ്യം കൊടുത്തു എന്ന് നമ്മൾ കണ്ടല്ലോ. ആർക്കായിരുന്നത്? ആ, ജോഷിൻ്റെ മുടന്ത് മാറ്റിയല്ലേ? ജോഷിനെ സുഖപ്പെടുത്തി. ഇതുപോലെ ഉണ്ണീശോയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഉണ്ണീശോ നമ്മെ രക്ഷിക്കും. നമ്മുടെ രോഗത്തിൽ നിന്നും നമ്മുടെ പാപത്തിൽ നിന്നും ഒക്കെ നമ്മളെ രക്ഷിക്കാനായി ദൈവം തന്ന സമ്മാനമാണ് ഉണ്ണീശോ. അങ്ങനെയെങ്കിൽ നമ്മുടെ രക്ഷകനായ ഈശോയുടെ മുഖത്തേക്ക് നോക്കി സന്തോഷത്തോടെ ഒന്ന് വിളിച്ചേ, ഉണ്ണീശോയേ എൻ്റെ രക്ഷക ഒന്ന് വിളിച്ചേ. ഉണ്ണീശോയേ എൻ്റെ രക്ഷക. ഈ രക്ഷകനെ നമുക്കൊന്ന് കൈകൊട്ടി പാട്ടുപാടി സ്തുതിച്ചാലോ? പാട്ടുപാടാൻ ഇഷ്ടമല്ലേ? സന്തോഷത്തോടെ പാടണം കേട്ടോ. എന്നെ സ്നേഹിച്ച നല്ല ദൈവം എന്നെ പോലെ മനുഷ്യനായി ഭൂമിയിൽ വന്നു വസിച്ചു നാഥൻ. ഈശോ എൻ്റെ സ്നേഹനാഥൻ. എന്നെ സ്നേഹിച്ച നല്ല ദൈവം എന്നെ പോലെ മനുഷ്യനായി ഭൂമിയിൽ വന്നു വസിച്ചു നാഥൻ. ഈശോ എൻ്റെ സ്നേഹനാഥൻ. രക്ഷകനെന്നല്ലോ പേരിനർത്ഥം. രക്ഷകനായി തൻ ജീവനേകി ഈശോയെ എൻ്റെ രക്ഷകനെ നിന്നെ വാഴ്ത്തുന്നു സ്നേഹമോടെ. രക്ഷകനെന്നല്ലോ പേരിനർത്ഥം. രക്ഷകനായി തൻ ജീവനേകി ഈശോയെ എൻ്റെ രക്ഷകനെ നിന്നെ വാഴ്ത്തുന്നു സ്നേഹമോടെ. നിന്നെ വാഴ്ത്തുന്നു സ്നേഹമോടെ. എന്നെ സ്നേഹിച്ച നല്ല ദൈവം എന്നെ പോലെ മനുഷ്യനായി ഭൂമിയിൽ വന്നു വസിച്ചു നാഥൻ. ഈശോ എൻ്റെ സ്നേഹനാഥൻ. എന്നെ സ്നേഹിച്ച നല്ല ദൈവം എന്നെ പോലെ മനുഷ്യനായി ഭൂമിയിൽ വന്നു വസിച്ചു നാഥൻ. ഈശോ എൻ്റെ സ്നേഹനാഥൻ. ഈശോ എൻ്റെ സ്നേഹനാഥൻ. പാട്ട് ഇഷ്ടമായോ കൂട്ടുകാർക്ക്? നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് ഉണ്ണി ഈശോ ഭൂമിയിൽ വന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? അങ്ങനെയെങ്കിൽ കൂട്ടുകാരെ, നമുക്കൊരു തീരുമാനമെടുത്താലോ? ഉണ്ണി ഈശോയെ പോലെ ഞാനും എല്ലാവരെയും സ്നേഹിക്കും. എന്ത് തീരുമാനമാ? ഉണ്ണി ഈശോയെ പോലെ ഞാനും എല്ലാവരെയും സ്നേഹിക്കും. ഉറപ്പല്ലേ? ഈശോയ്ക്ക് വാക്ക് കൊടുത്തു കേട്ടോ, എല്ലാവരെയും സ്നേഹിക്കണം അല്ലേ? അങ്ങനെയെങ്കിൽ ഈശോയുടെ സ്നേഹമുള്ള പൊന്നു മക്കള് അടുത്ത ക്ലാസ്സിലേക്ക് ഈശോയ്ക്ക് സമ്മാനം കരുതില്ലേ? ആ, കരുതും അല്ലേ? എന്ത് സമ്മാനമാണ് നമ്മൾ കൊടുക്കേണ്ടത്? മക്കളുടെ കയ്യിൽ പുസ്തകമുണ്ടോ? ഇല്ലേ? വിഷമിക്കണ്ട കേട്ടോ. പുസ്തകമുള്ള മക്കള് നിങ്ങളുടെ പുസ്തകത്തിൽ 14-ാമത്തെ പേജിൽ മനോഹരമായ ഒരു പുൽക്കൂട് തന്നിട്ടുണ്ട്. ആ പുൽക്കൂടിന് പക്ഷേ നിറമൊന്നുമില്ലെന്നേ. നിങ്ങൾ എന്ത് ചെയ്യണം? ആ, ഭംഗിയായിട്ട് അതിനൊന്ന് നിറം കൊടുക്കണം കേട്ടോ. ഇനി പുസ്തകം കയ്യിലില്ലെങ്കിൽ എന്ത് ചെയ്യാം? നല്ലൊരു പൂ വരയ്ക്കണം. എന്നിട്ട് ആ പൂവിന് മനോഹരമായിട്ട് നിറം കൊടുക്കണം. ആ, കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുപോലെ വീട്ടിൽ ആരെ കൊണ്ട് വേണമെങ്കിലും വരപ്പിക്കാം കേട്ടോ. എന്നിട്ട് അതിൽ എന്ത് സുഹൃത്ത് ജപം എഴുതേണ്ടത്? ഈശോയെ എൻ്റെ രക്ഷക. എന്ത് സുഹൃദേവാ? ഈശോയെ എൻ്റെ രക്ഷക എഴുതി നല്ല ഭംഗിയായിട്ട് അലങ്കരിച്ച് അത് അടുത്ത ക്ലാസ്സിൽ ഈശോയ്ക്ക് സമ്മാനം കൊടുക്കാനായി കൊണ്ടുവരണം കേട്ടോ. അങ്ങനെയെങ്കിൽ നമുക്ക് കണ്ണുകളടച്ച് കൈകൂപ്പി ഒരിക്കൽ കൂടി ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കണ്ണടച്ച് കൈകൂപ്പി നല്ല മിടുക്കി
മിടുക്കരായിട്ട് നിൽക്കണം കേട്ടോ. പുൽക്കൂട്ടിൽ പിറന്ന പൊന്നുണ്ണീശോയെ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. എൻ്റെ രക്ഷകനായി വന്ന ഈശോയെ, ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. എപ്പോഴും ഈശോയോട് ചേർന്ന് നടക്കുവാൻ എന്നെയും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ ഔസേപ്പിതാവേ, ഉണ്ണി ഈശോയെപ്പോലെ എന്നെയും കാത്തു പരിപാലിക്കണമേ. ആമേൻ. കണ്ണു തുറന്നേ. സന്തോഷത്തോടെ ഈശോയ്ക്കൊന്ന് സ്തുതി ചൊല്ലിക്കേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.